പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങള് അങ്ങയുമായിട്ട് ആഴമായ ബന്ധത്തിൽ ജീവിക്കേണ്ടവരാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവേ എന്തിനു വേണ്ടിയാണെന്നും അതെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നും ഞങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. കർത്താവെ, ഈ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ രക്ഷ അതങ്ങ് തന്നെയാണ്. അങ്ങയെ സ്വന്തമാക്കാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയതയുടെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ, ഈ സത്യങ്ങൾ തിരിച്ചറിയാൻ, എന്നിട്ട് അതുപോലെ ജീവിക്കാൻ, അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ സത്യം മക്കളും അറിയാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അറിയാൻ കർത്താവ് ഇടയാക്കണമേ. ഇത് പഠിപ്പിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും പഠിപ്പിക്കേണ്ട സഭയെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ഉത്കണ്ഠകള് ആകുലതകളെ സമർപ്പിക്കുന്നു. അതിന്റെ തടസ്സങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. വാല്യുവേഷനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട വിജയം നൽകി അനുഗ്രഹിക്കണം. ഇന്റർവ്യൂകൾ ഞങ്ങളുടെ മക്കൾ പാസ്സാകണം. തടസ്സങ്ങൾ മാറണം. അടഞ്ഞ വഴികൾ തുറക്കപ്പെടണം. ആശു വരുന്ന വഴികൾ അടയ്ക്കപ്പെടണം. അങ്ങനെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ വേണം? ഇതിനോട് നമ്മൾ മനസ്സിലാക്കിക്കണം. ജീവൻ നൽകിയത് ദൈവമായ കർത്താവിനെ തന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയും, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്തിന്റെ കരവേലയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. മത്സ്യത്തിന് വെള്ളം വേണം ജീവിക്കണം, ഒരു മരത്തിന് മണ്ണ് വേണം വളരാൻ. അതുപോലെ മനുഷ്യന് ദൈവത്തെ കൂടിയേ തീരൂ. മനുഷ്യൻ വിചാരിക്കാണ് ഞാൻ കരയിൽ പോയി താമസിക്കും, പറ്റുമോ? ഇല്ല. മരം വിചാരിക്കാണ് ഞാൻ വെള്ളത്തിൽ പോയി ഇങ്ങോട്ട് വളരും, പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൽ വളരാനാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ മുഴുവൻ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു സത്യം, മനുഷ്യ മക്കളുടെ കൂടെ അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, അവിടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, അതിനുവേണ്ടി ദൈവത്തെ വിട്ടുപോയപ്പോ അതിനുവേണ്ടി അബ്രാഹത്തെ വിളിച്ചു, യാക്കോബിനെ, സഖാക്കിനെ, പിന്നീട് അങ്ങോട്ട് ഒത്തിരിയേറെ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ, പ്രവാചകന്മാരെ, അനേക മക്കളെ, മോശയെ, യോശുവയെ, അനേകം പേരെ ദൈവം വിളിച്ചിട്ട് അവരോടൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. വീണ്ടും ഈശോ എടുത്ത പേരെന്താ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈശോന്റെ അവസാന സ്നേഹമാണ് പറഞ്ഞ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്, ഈശോ വിശുദ്ധ കുർബാനയായിട്ട് തീർന്നത്, നിത്യാരാധനയിലും സക്രാരിലും കൂടെ വസിക്കുന്നത് എന്തുകൊണ്ടാ മക്കളെ? ദൈവത്തിന് അറിയാം. എന്തറിയാം? ദൈവത്തെ കൂടാതെ തന്റെ മക്കളായി നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. ഈ സത്യം ആർക്കറിയില്ല? നമുക്ക് പലപ്പോഴും അറിയില്ല, നമ്മുടെ മക്കൾക്കും അറിയില്ല. പക്ഷേ മത്സ്യത്തിന് വെള്ളം പോലെ, മരത്തിന് മണ്ണ് പോലെ നമുക്ക് വളരണോ, ജീവിക്കണോ, ദൈവത്തെ കൂടിയേ തീരും. കാരണം ഇതാണ് ഇത് നമ്മൾ ശരിക്കും നോക്കിക്കോ ബൈബിളിൽ. ഇനി ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു തിന്മയ്ക്കോ, ഒരു ശത്രുവിനോ, ഒരു രോഗത്തിനോ, ഒരു മരണത്തിന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം നമ്മൾ കളഞ്ഞ് ജീവിക്കരുത്. നമ്മുടെ അടിസ്ഥാനം അതാണ് ഈശോ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തില് ആ അടിത്തറ ഉറച്ചെന്ന് പറയുമ്പോ
എന്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിതം പണിയുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതി. വചനം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം. അല്ലെങ്കിൽ മണലപ്പുറത്ത് പണിത ഇന്ന് നോക്കി പല ജീവിതങ്ങളൊന്നും വളരണില്ല. ബിസിനസ്സുകൾ തകർന്നു പോകുന്നു, മക്കൾ വഴിതെറ്റി പോകുന്നു. ഒരു കാര്യം ഓർത്തോ, കർത്താവിനെ വിട്ട് കാണിച്ചോ. യോഹന്നാൻ 15 പറയുന്ന മുന്തിരിച്ചെടിയാവുന്ന തായ്തണ്ടിനോട് അതിന് ശാഖയെന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കണം. ജെറമ്യാ 13 അരയോട് ചേർന്നിരിക്കുന്ന അരക്കച്ച പോലെ എന്റെ ജനം എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അവരെന്റെ സ്വന്തം, എന്റെ അഭിമാനം, എന്റെ കീർത്തി, എന്റെ മഹത്വമാകാൻ വേണ്ടിയാ. അതുകൊണ്ട് യെശയ്യാ പ്രവാചന പുസ്തകം 1:2 പറയുന്ന ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റു വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ദൈവത്തോട് മത്സരിക്കുന്നു. കാള അതിന്റെ യജമാനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനെ തൊഴുത്തരുന്നു. എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവം വേണ്ടെന്ന് പറയുന്ന മക്കൾ. ജെറമ്യാ 2:13 പറയുന്നുണ്ട്, എന്റെ ജനം രണ്ടും തെറ്റ് ചെയ്തു. ഒന്ന്, അവർ ജീവന്റെ ജലമായ, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. ഉറവയായ തമ്പുരാനെ ഉപേക്ഷിച്ചു. എന്തരുത്? ജലം പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ. ഈ ലോകത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ, ഇതൊക്കെ പിന്നാലെ പോകുമ്പോ ദൈവത്തെ വിട്ടിട്ട് പോകരുത്. അങ്ങനെ പോയാൽ ആരും രക്ഷപ്പെടില്ല മക്കളെ. നമ്മുടെ അടിസ്ഥാനം ദൈവമാണ്. നമ്മുടെ ജീവജലത്തിന്റെ ഉറവ ദൈവമാണ്. നമ്മുടെ ആശ്രയം, നമ്മുടെ രക്ഷ, നമ്മുടെ സർവസ്വവും ദൈവമാണ്. ദൈവമുണ്ടോ എന്തും ചെയ്തോ. ബിസിനസ്സിൽ പൊക്കോ, പഠിക്കാൻ പൊക്കോ, ജോലിക്ക് പൊക്കോ, വിദേശത്ത് പൊക്കോ, എവിടെ പൊക്കോ. പക്ഷെ ഇന്ന് പല മക്കളും ദൈവത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, തായ്തണ്ടിനെ മാറ്റി നിർത്തിയിട്ട് ശാഖയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് നമ്മൾ അറിയണം. ഈ ഒരു അറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നാളെ ഓശാന ഞായറാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായ വിധത്തില് ശനിയാഴ്ച കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിന്റെയും ഒക്കെ ഓർമ്മയാണെന്നൊക്കെ ആഘോഷിക്കുമ്പോ, ആ ഒരു തലത്തിൽ ആഘോഷിക്കുമ്പോ ഇവിടെ മക്കളെ, കർത്താവിന്റെ ആ വലിയൊരു സാന്നിധ്യം നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൂടെ ആ മറിയത്തെ പോലെ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തിയില്ലേ, അഭിനന്ദിച്ചില്ലേ? മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഓശാന ഞായറിലേക്ക് പ്രവേശിക്കാം. ഇനി അങ്ങോട്ട് വലിയ ആഴ്ചയിൽ കർത്താവിന് കുരിശുമരണത്തിന്റെ ആവശ്യകത, രക്ഷയുടെ ആവശ്യകത, ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അതിലേക്ക് ആക്കിയെടുക്കണം. തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്, സമയമാണിത്. കരുണയുടെ അവസാന മണിക്കൂറിലേക്കൊക്കെ നാം പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞ് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവമക്കൾ ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് ഈ വർഷത്തെ കരുണയുടെ തിരുനാളൊക്കെ ഒത്തിരി സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന് പ്രിയപ്പെട്ട മക്കളായിട്ട് മാറിക്കൊണ്ട് സ്വീകരിക്കുവാനും ആഘോഷിക്കാനും കഴിയണം. പൂർണ്ണദണ്ഡ വിമോചനത്തിന്റെ വലിയ അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. ഒരുമയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക. എന്താണ്? ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ വേണം. ദിവ്യാന സന്നിധിയിൽ ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കാൻ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ, അതിനനുസരിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മരുമക്കൾ, അമ്മായിപ്പൻ, അമ്മായിമ്മ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഈ ഒരു സത്യത്തിൽ കർത്താവിൽ ഉറപ്പിക്കാൻ ഇടയാകണം. കരുണ പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, എത്രയോ വലിയ ദൈവിക രഹസ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. അങ്ങയെ കൂടാതെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന വലിയ സത്യം, രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണല്ലോ. ജീവൻ നൽകി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചതും ആ ജീവൻ നഷ്ടപ്പെട്ടു പോയതിലുണ്ടായ അവസ്ഥകളും ആ ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങ് ചെയ്ത രക്ഷാകര പ്രവൃത്തികളും, കർത്താവേ, ജീവനാകുന്ന അങ്ങയെ തന്നുകൊണ്ട് വീണ്ടും ഞങ്ങളെ പുനഃസ്ഥാപിക്കുന്ന, വീണ്ടും ഞങ്ങളെ ജീവനിൽ ഉറപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ എല്ലാ കൃപകളും തിരിച്ചു നൽകി അങ്ങയുടെ മക്കളുടെ
ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്നിടത്ത് നന്ദി പറയുന്നു. അതിനാണല്ലോ കർത്താവെ അങ്ങ് ദിവ്യകാരുണ്യമായി ഇമ്മാനുവലായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. കർത്താവെ, പലപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങയെ വിസ്മരിച്ചിട്ട് അങ്ങയെ മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിന്റെ പലതിനും വേണ്ടി ഓടി നടക്കുമ്പോ അങ്ങയെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങാണ് ഞങ്ങളുടെ ജീവൻ, അങ്ങാണ് ജീവൻ. ഈ തിരിച്ചറിവില്ലാതെ കർത്താവെ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ള മക്കള് കൂദാശ സ്വീകരിക്കാതെ, ദിവ്യകാരുണ്യമായ അങ്ങയെ സ്വീകരിക്കാതെ, അങ്ങയുടെ കൂടെ ഇരിക്കാതെ, അങ്ങയെ സ്വന്തമാക്കാതെ കർത്താവ് ജീവിക്കുന്ന അവസ്ഥകൾ, തന്നിഷ്ടം ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് ജഡമായി പോയതിൽ നിന്ന് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ഞങ്ങളുടെ മക്കള് ഇരത്തേടി ഇണചേർന്ന് ഉറങ്ങി അലസമായിട്ട് ജീവിതം പാഴാക്കുന്ന മക്കള്, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ, ഇടപെടണമേ കർത്താവെ. അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയെ സ്വീകരിക്കുവാനുള്ള വലിയ ദാഹം, അങ്ങേക്ക് വേണ്ടിയുള്ള വലിയ ദാഹം ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ജനിപ്പിക്കണമേ കർത്താവെ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരായി തീരാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന് ജീവിത പങ്കാളിന്ന് അനേകം മക്കൾ കുമ്പസാരമില്ല, കൂദാശ ജീവിതമില്ല, തങ്ങൾക്ക് ലഭിച്ച കൂദാശ ജീവിതമേ ജീവിക്കുന്നില്ല. മാമോദിസ, സ്ഥൈര്യലേപനം, വിവാഹം എന്ന കൂദാശ, വിശുദ്ധ കുർബാന എന്ന കൂദാശ, തിരുപ്പട്ടം എന്ന കൂദാശ ജീവിക്കാത്തവർ, കൂദാശയിലൂടെ ഈശോ തന്നെ ജീവൻ തരുമ്പോ, ഈശോയെ തന്നെ തരുമ്പോൾ സ്വീകരിക്കാത്ത മക്കൾ, അത് ജീവിക്കാത്ത മക്കളുടെ അവസ്ഥയാണ്. കർത്താവേ, പരിദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സഭയെയും പൗരോഹിത്യത്തെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ അവസ്ഥകൾ ഒത്തിരിയേറെ മക്കളെ വേദനിക്കുന്നു. ഈശോയെ നഷ്ടപ്പെടുത്തിയ മക്കള്, ഈശോ ഇല്ലാത്ത മക്കള്, ജീവനില്ലാത്ത മക്കള് ഈ ജഡത്തിന്റെ ഭൂമിയിൽ ദുഷ്ടത വർദ്ധിക്കും. ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചത് മാത്രമായിട്ട് മാറും. ഈശോ അല്ലാതെ ഒരു ഉത്തരമില്ല മക്കളെ, ഈശോ അല്ലാതെ പരിഹാരമില്ല മക്കളെ. ഒരു രാജ്യത്തിനോ ഒരു പ്രസിഡന്റിനോ ഒരു പ്രൈം മിനിസ്റ്റർക്കോ ഒരു യുദ്ധത്തിനോ ഒന്നിനും ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ കരുണയ്ക്കായി. നാളെ ഓശാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ വലിയ തിരിച്ചറിവോടെ ഓശാന വിളികൾ ഉയർത്താൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് അങ്ങയെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വലിയ സത്യം വെളിപ്പെടുത്തി കൊടുത്ത് ആ അഭിഷേകത്താൽ നിറച്ച് എല്ലാ മക്കളെയും അങ്ങയിലേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ അഭിഷേകം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സന്ദേശങ്ങളൊക്കെ അനേക മക്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ട്
അറിവോടെ ഉദാശകളെ പരികർമ്മം ചെയ്യാൻ, ജീവിതം ജീവിക്കാൻ ഇടയാകട്ടെ. ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളെ. ഇത് കിട്ടിയാൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും രക്ഷപ്പെടും.